السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له شهادة تكون للنجاة وسيلة ولرفع الدرجات كفيلة ولدخول الجنة وسيلة. ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. عن عبد الله بن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم: من ولدت له بنت فلم يؤذها ولم يهنها ولم يؤثر ولدها عليها يعني الذكر أدخله الله بها الجنة. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തരെയും ആ ഖുർആൻ മാടി വിളിക്കുന്ന അവൻ്റെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ അപരാധവും കരുണയുള്ള തമ്പുരാൻ നിരുപാധികം മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറബിൻ്റെ പൊരുത്തത്തിലായി വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായി അതിൻ്റെ പ്രബോധനത്തിലായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ഖുർആനിൻ്റെ പ്രബോധനവുമായി രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിലെല്ലാം ജെൻഡറുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മെയിലും ഫീമെയിലും ചർച്ചയാക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്ത സഹോദരങ്ങളുമെല്ലാം
സ്ത്രീകളോട് കാണിക്കുന്ന അവജ്ഞയും അവരോട് കാണിക്കുന്ന മോശമായ സമീപനങ്ങളെയും അതിലുപരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാൻ, പരസ്യമായി സന്തോഷത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടാൻ കഴിയാത്തത് എന്തു വന്നാലും, എന്ത് ചർച്ച വന്നാലും, ഉദാഹരണത്തിന് അറേബ്യയിലെ ജനങ്ങൾ സ്ത്രീകളോട് കാണിച്ചത് ഉദാഹരിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളോടുള്ള മോശമായ ആ സമീപനം അറേബ്യയിൽ മാത്രമായിരുന്നില്ല. സാംസ്കാരിക നാഗരികതയുടെ ഉദാഹരണമായി നമ്മളുടെ മുമ്പിൽ ഉദാഹരിക്കാറുള്ള ലോകത്തിൻ്റെ പുരോഗമന രാജ്യങ്ങളിലെല്ലാം, ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഓരോ രാജ്യത്തും സഞ്ചരിച്ച് ആ രാജ്യത്തിൻ്റെ സ്പന്ദനം നേരിട്ട് മനസ്സിലാക്കി, വേദനയോടുകൂടി രക്തത്തിൽ കലർന്ന തൂലിക കൊണ്ട് ലോകത്ത് വിവരിക്കപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന മൗലാന അബുൽ ഹസൻ അലി അന്നദ്വി മഹാനവറുകൾ ഓരോ രാജ്യത്തും ആ രാജ്യത്തുള്ള ആൾക്കാർ സ്ത്രീകളോട് കാണിച്ച അവജ്ഞയെക്കുറിച്ചും അവരോടുള്ള സമീപനത്തെക്കുറിച്ചും വിശാലമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു അറേബ്യയുടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥയും. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു വീണാൽ ആ പെൺകുഞ്ഞ് ജനിച്ചത് കാരണം ആ കുടുംബം മോശമാണ് എന്ന് മനസ്സിലാക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകിയ മാതാവ് ആ നാട്ടിലെ ആ കുടുംബത്തിലെ ഏറ്റവും മോശക്കാരിയായ പെണ്ണാണ് എന്ന് മനസ്സിലാക്കുകയും ശകുനം ബാധിച്ച പെണ്ണാണ്, ആ പെണ്ണിനെ കണ്ടാൽ വീട്ടിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകൂല, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ വീടുകളിലുള്ള പരിപാടികളിലൊന്നും സംഘടിപ്പിക്കാറില്ലായിരുന്നു. ഏറ്റവും അടുത്ത വീടുകളിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ സുദിനങ്ങളിൽ പോലും അവരെ മാറ്റി നിർത്തപ്പെടുമായിരുന്നു. സ്വന്തം ഭർത്താവ് പോലും ആ ഭാര്യയോട് പിന്നീട് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന മാനസിക അവസ്ഥയോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്നു. ആ പെൺകുഞ്ഞിന്റെ പിതാവിന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. നിനക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണല്ലോടാ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മുതലേ തോളോട് തോള് ചേർന്ന് നടന്ന സന്തത സഹചാരികളായ കൂട്ടുകാർ പോലും അവരെ അകറ്റി നിർത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അവസ്ഥ അന്ന് വളരെ വിരളമല്ലാത്ത നിലയിൽ സംജാതമായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരോടൊപ്പം അവരുടെ കച്ചവട മേഖലകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിനോദ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയോ ഒന്നുമല്ല എങ്കിൽ നമ്മുടെയൊക്കെ നാട്ടുംപുറത്തിൽ കാണാറുള്ളത് പോലെ കൂട്ടുകാരിങ്ങനെ 3-4 പേര് ഒത്തുകൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് നിന്റെ ഭാര്യ പ്രസവിച്ചു, ആ പ്രസവിച്ചതൊരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചുമന്നു തുടുത്ത് വളരെ സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരനാണെങ്കിൽ പോലും അവന്റെ മുഖമെല്ലാം കറുത്തു കരുവാളിച്ച് സങ്കടം കൊണ്ട് പ്രയാസം കൊണ്ട് അവനിക്കുണ്ടാകുന്ന നാണക്കേട് കൊണ്ട് കൂട്ടുകാരുടെ അടുക്കൽ നിന്നും മുഖം പൊത്തിക്കൊണ്ട് ഓടി ഒളിക്കുമായിരുന്നു. അവനുണ്ടാകുന്ന നാണക്കേട് കാരണമായിട്ട് കൂട്ടുകാരുടെ അടുക്കൽ നിന്നും ഓടി ഒളിക്കുകയും എന്നിട്ട് അതിന്റെ പരിഹാസ്യം കാരണമായിട്ട് പിന്നീട് അവരുടെ അടുക്കൽ വരാൻ അവൻ ലജ്ജ കൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥ അവരുടെ ഇടയിൽ സരളമല്ലാതെ വിരളമല്ലാത്ത നിലയിൽ കാണാമായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവരിൽപ്പെട്ട ആരോടെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ അറിയിക്കുകയാ. ആ മനുഷ്യൻ ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷ വാർത്ത അവരുടെ മുമ്പിൽ അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ആ സന്തോഷ വാർത്ത അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന അസഹനീയമായ വാർത്തയായി മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ സങ്കടം സഹിക്കവയ്യാതെ, അതിന്റെ പേരിലുള്ള നാണക്കേട് സഹിക്കവയ്യാതെ കറുത്തു കരുവാളിച്ച് വിഷമം സഹിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും ഓടിപ്പോകുന്ന അവസ്ഥയായിരുന്നു. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ ജാഹിലിയ കാലഘട്ടത്തിന്റെ
അരാജകത്വത്തിന്റെ പടുങ്കുഴിയിൽ ആപതിച്ചിരുന്ന മനുഷ്യരുടെ ഉദാഹരണമായി ഉദാഹരിക്കാറുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലഘട്ടം അതിനേക്കാളും ലജ്ജാകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, പടച്ചറബിന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്നും പടച്ചറബിന്റെ പൊരുത്തത്തിലായി മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളിൽ പോലും ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ചെറുപ്പം മുതലേ വല്ലാത്ത മാനസികമായ സമ്മർദ്ദത്തിലാണ് വർത്തമാന കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടാൽ അവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ആദ്യം പറയാറുള്ളത്, അള്ളാഹുവേ പൊന്നുമോടെ വിഷയത്തിൽ വല്ലാത്ത പേടിയാ. ഒരു വയസ്സാകുമ്പോഴേ അള്ളാഹുവിനെ പേടിയുള്ള മാതാപിതാക്കളാണ് എങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ സങ്കടത്തോടുകൂടിയും പ്രയാസത്തോടുകൂടിയുമാ. ആരെ കാണുമ്പോഴും അവരോടെല്ലാം പറയുന്നത്, അള്ളാഹുവേ, അള്ളാഹുവിന്റെ അടുക്കൽ എൻ്റെ പൊന്നുമോക്ക് വേണ്ടി ദുആ ചെയ്യണമേ. എന്താണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം? നമ്മളെല്ലാം ദിനം പ്രതി പണ്ടൊക്കെ ഒന്നോ രണ്ടോ ഉദാഹരണം അവിടെയും ഇവിടെയും എടുത്തു പറയുന്നുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ നാടുകളിലെല്ലാം നമ്മുടെ പരിസരങ്ങളിലെല്ലാം സദാസമയവും ഉദാഹരണം ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. 8 വർഷമായി നാട്ടിൽ വരാത്ത ഒരു പ്രവാസിയായ സഹോദരൻ, 10 വർഷമായി നാട്ടിൽ വരാത്ത ഒരു പ്രവാസിയായ സഹോദരൻ, 6 വർഷമായി തന്റെ സുഖമില്ലാതെ കിടക്കുന്ന വാപ്പയെ പോലും ഒന്ന് കാണാൻ വരാതെ, ഈ പ്രാവശ്യം കൂടി ഞാൻ നാട്ടിൽ പോകാതെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ലാഭിക്കാൻ കഴിയുന്ന സമ്പത്ത് കൂടി ഒന്ന് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ പൊന്നുമോളെ നല്ലതുപോലെ ഒന്ന് വിവാഹം കഴിപ്പിച്ചു വിടാമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന പ്രവാസിയായ സഹോദരങ്ങൾ, 1 അല്ല 10 അല്ല 100 കണക്കിന് സഹോദരങ്ങൾ 2 രൂപയ്ക്കും 4 രൂപയ്ക്കും 4 റിയാലിന് കിട്ടുന്ന കുബൂസും ഒരൽപ്പം ഗ്രേവിയും കൊണ്ട് ഓരോ ദിവസവും തെള്ളി നീക്കി ജീവിക്കുന്ന എത്ര പ്രവാസികളാണ് നമ്മളുടെ ഇടയിലുള്ളത്. പക്ഷെ അവരുടെ മനസ്സിന്റെ അകത്തട്ടിൽ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ ഈ സംഭരിച്ചു വെക്കുന്ന സമ്പത്ത് എൻ്റെ പൊന്നുമോളെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി വിവാഹം കഴിപ്പിച്ചു വെക്കാനുള്ള സംഭരണിയാണ്, അതിനുവേണ്ടി ഞാൻ സംഭരിച്ചു വെക്കുകയാണ് എന്നുള്ള സന്തോഷത്തില പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരുമില്ലാത്ത, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഭാര്യയും സഹോദരങ്ങളും എല്ലാം നാട്ടിൽ നിൽക്കുന്ന സഹോദരന്റെ ചങ്കുപൊട്ടിപ്പോകുന്ന വാർത്തയാ ദിനം പ്രതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇശാ നമസ്കാരത്തിന് ഞാൻ കണ്ടതാ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിൽ മകളെ കാണുന്നില്ല. പരിസരവാസികളെല്ലാം വന്നു. അപ്പോഴാ ഒരു പേടിയുമില്ലാതെ, ഒരു അറപ്പുമില്ലാതെ, ഒരു വിറയലുമില്ലാതെ 18 വർഷം 19 വർഷം 20 വർഷം ചങ്കിൽ കൊണ്ടു നടന്ന പൊന്നുമോൾ ഉമ്മായെ വിളിച്ചിട്ട് പറയുകയാ, എന്തിനാ ബഹളം വെക്കുന്നത്, എന്തിനാ പ്രയാസപ്പെടുന്നത്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പയ്യനോടൊപ്പമാ പോയത്, നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇരിക്കും, ഞാനും സന്തോഷത്തോടു കൂടി ഇരുന്നു കൊള്ളാം. ദിനം പ്രതി 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല അതിലധികം ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരളലിയിപ്പിക്കുന്ന എത്ര സംഭവങ്ങളാ കാണുന്നത്. അത് മുസ്ലിമീങ്ങളുടെ ഇടയിലുമുണ്ട്, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ ഇടയിലുമുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാ, അമുസ്ലിമായ ഒരു സഹോദരനും സഹോദരിയും ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചതാ. ഈ ഒരു കുഞ്ഞിനു വേണ്ടി രാപകലില്ലാതെ ഓടി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ പൊന്നുമോള. പക്ഷെ ഇന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട്, ഞങ്ങളെ ചവിട്ടിത്തെറിച്ചിട്ട് ഇന്നലെ കണ്ട ആരോടൊപ്പം ഇറങ്ങിപ്പോയിരിക്കുകയാ ചങ്കുപൊട്ടി മാതാപിതാക്കൾ. 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ടു, ആ അച്ഛനും ആ അമ്മയും ആത്മഹത്യ ചെയ്തിട്ട് കിടക്കുകയാ. ഇങ്ങനെ ദിനം പ്രതി നാം ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, കോടതി വരാന്തയിൽ പർദ്ദയിട്ട, ജുബ്ബ ധരിച്ച, താടി വെച്ച, തൊപ്പി വെച്ച ആയിരക്കണക്കിന് ആൾക്കാരെ ഓരോ ദിവസവും ഇങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. എന്റെ പൊന്നുമോളെ, ഒരു റാഹിലയല്ല, ആയിരക്കണക്കിന് റാഹിലമാരെ ഓർത്തുകൊണ്ട് വരാന്തകളിലും കൗൺസിലിംഗ് മുറികളിലും ചങ്കുപൊട്ടി പിടഞ്ഞു വീഴുന്ന മാതാപിതാക്കൾ ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാ. അതാ പറഞ്ഞത്, അന്ന് ജാഹിലിയ കാലഘട്ടത്തിന്റെ മറ്റൊരു വെർഷൻ, മറ്റൊരു രീതി വർത്തമാന കാലഘട്ടത്തിൽ നമ്മളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. പെൺകുഞ്ഞാണി എന്നറിയുമ്പോൾ വല്ലാതെ സങ്കടം വരികയാ. എങ്ങനെ ഈ വർത്തമാന കാലഘട്ടത്തിന്റെ മോശമായ മ്ലേച്ഛമായ വൃത്തികെട്ട സാഹചര്യത്തിൽ എന്റെ പൊന്നുമോളെ എങ്ങനെ ഒന്ന് വളർത്തിയെടുക്കുന്നത് എന്ന് പേടിച്ചു നിൽക്കുകയാ മാതാപിതാക്കൾ.
അള്ളാഹു നമ്മളുടെ മക്കളെ അഭിമാനമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്ന പശ്ചാത്തലം, ആ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ലോകത്തിന്റെ യൂറോപ്യൻ രാജ്യമടക്കം ലോകത്തെല്ലാം പെണ്ണിനൊരു വിലയുമില്ലായിരുന്നു. പെണ്ണാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ ആ വീട്ടിലെല്ലാം മരണസമാനമായ മൂഖമായ വല്ലാത്ത സങ്കടത്തിന്റെ പ്രയാസത്തിന്റെ നിശബ്ദതയായിരുന്നു തളം കെട്ടി നിന്നത്. പരിസരവാസികളെല്ലാം അവരെ സന്തോഷിപ്പിക്കാനായിട്ട് വാക്കുകൾ പറഞ്ഞവരുടെ അടുക്കലേക്ക് എത്തുമായിരുന്നു. ജനിച്ചത് അല്ലെങ്കിൽ പ്രസവിച്ചത് പെൺകുഞ്ഞാണ് എങ്കിൽ ആ ഉമ്മയ്ക്ക് ആ നാട്ടിൽ ആ കുടുംബത്തിൽ ഒരു വിലയുമില്ലാത്ത സാഹചര്യം. ജനിച്ചത് പെൺകുട്ടിയാണ് എങ്കിൽ ആ പിതാവിന് പരിസരത്തൊന്നും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അത്രയും വലിയ നാണക്കേട് ഭരിച്ചുകൊണ്ട് നടന്ന സന്ദർഭം. ഈ സന്ദർഭത്തിലാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആതാഹുല്ലാഹു ബിന്തൻ, അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു പെൺകുട്ടിയെ നൽകി, ഫഅദ്ദബഹ വഅല്ലമഹ, അവൻ ആ മകളെ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു. വിശാലമായി ഇൻഷാ അല്ലാഹ് ശേഷം വിശദീകരിക്കപ്പെടും. ഫഅല്ലമഹ, ആവശ്യമായതെല്ലാം എന്താണോ അവളെ പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു. വഅദ്ദബഹ, അതുപോലെ ആ വാപ്പയും ആ ഉമ്മയും അവളെ മര്യാദ പഠിപ്പിച്ചു. ഏറ്റവും പ്രാധാന്യം പല ഹദീസുകളിലും അല്ലമ കാണാൻ കഴിയില്ല, ഫഅദ്ദബഹ, അവളെ തഅലീമിന് പകരം അതിനേക്കാൾ ഉപരിയായിട്ട് അദബ് പഠിപ്പിച്ചു. എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് കിടക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, മഹറമുകളോട് എങ്ങനെയാ പെരുമാറേണ്ടത്, അതല്ലാത്തവരോട് എങ്ങനെയാ പെരുമാറേണ്ടത്. ഉമ്മയാകുന്ന മദ്രസയിൽ മുതൽ തുടങ്ങി, ഉമ്മ പഠിപ്പിക്കുന്ന മദ്രസയിൽ തുടങ്ങി, ഉമ്മയിൽ നിന്നും നേർക്കുനേരെ കണ്ടുപഠിച്ച പാഠങ്ങളിലൂടെ അദബിന്റെ പൂർത്തീകരണത്തിലേക്ക് ആ വാപ്പയും ഉമ്മയും ചേർന്ന് അവളെ പഠിപ്പിച്ചെടുക്കും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സാലിഹായ പയ്യനെ കണ്ടിട്ട് വിവാഹവും കഴിപ്പിച്ചു കൊടുത്താൽ ആ മാതാപിതാക്കളുടെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല ഒരു മതിൽ തീർക്കും, ഒരു മറ തീർക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതും അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു, മൂന്നാമതും അങ്ങനെ പറഞ്ഞു. 3 മക്കളെ കിട്ടിയാൽ അങ്ങനെയാകും. പിന്നീട് സഹാബാക്കളൊക്കെ വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് പറയാൻ തുടങ്ങി, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുകയാ, എന്റെ ഭാര്യ ഹാമിലായിരിക്കുകയാ, ഒരു പെൺകുഞ്ഞാകാൻ അങ്ങ് പ്രാർത്ഥിക്കണേ പ്രവാചകരെ. ജനിച്ചു വീഴുന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ നാണക്കേട് കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ദിവസങ്ങളോളം ഭക്ഷണം പോലും സുഭിക്ഷമായി കഴിയാതെ വീടിന്റെ അകത്തളങ്ങളിൽ തട്ടമിട്ടു ഒളിച്ചിരുന്ന മാതാപിതാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് അഭിമാനത്തോടു കൂടി പറയാൻ തുടങ്ങി, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുകയാ, ജനിച്ചു വീഴുന്ന കുഞ്ഞൊരു പെൺകുഞ്ഞാകാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ദുആ ചെയ്യാനായിട്ട് പറയാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിമാനമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് തിരക്കുകളിടയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിനാ? 3 പെൺമക്കള് കാരണമായിട്ടാ. ഇന്ന് നമ്മുടെ മദ്രസയിൽ നിന്നും 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്തിരിക്കുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായിട്ടും ആ പൊന്നുമക്കൾ പഠിച്ചിരിക്കുകയാ. അതിന്റെ പേരിലാണ് നമ്മളാകുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ നാമുമായിട്ട് പലതരത്തിലും ബന്ധമില്ലാത്തവർ പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 3 പെണ്ണുമക്കൾ പഠിച്ചതിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശാലമായി വിശദീകരിക്കുകയാ. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹം, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് പൊന്നുമക്കളെ, പെൺമക്കളെ നൽകലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് ഹദീസുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടി ജനിച്ചപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ പേര് വെക്കുന്നതിന് മുമ്പ് തന്നെ അവരുമായുള്ള ബന്ധം തുടങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും എന്ത് അക്രമമാണ് ആ പെണ്ണ് കാണിച്ചത് എന്ന് പറയാറുണ്ട്. എത്ര സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിച്ചിരുന്ന കുടുംബമാ, ആ പെണ്ണ് കാരണം മോശമായി പോയില്ലേ, അത് കാരണം മോശമായില്ലേ, ഇത് കാരണം മോശമായില്ലേ എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് വിശാലമായി നാം ഒരു പഠനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ മാത്രമാണോ അതിന്റെ കാരണക്കാർ? ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല നമുക്ക് ഭൂമിയിൽ വെച്ച് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ മക്കളുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല അതിന്റെ അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ മാനസികമായ അവസ്ഥകളെ പിടിച്ചുകൊണ്ട്
അള്ളാഹുവിന്റെ പ്രവാചകന് വിശുദ്ധ ഖുർആന് നൽകുന്ന പാഠം, ഒരു മനുഷ്യൻ അവന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ അന്നു മുതലേ ഒരു സാലിഹായ അല്ലെങ്കിൽ സ്വാലിഹായ കുറെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടത് എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ, പരമമായ ലക്ഷ്യം അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, നാട്ടിലും വീട്ടുകാർക്കും എല്ലാം പ്രയോജനപ്പെടുന്ന സ്വാലിഹായ മക്കൾ, അള്ളാഹുവിനെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും, വാപ്പാക്കും ഉമ്മാക്കും മാത്രമല്ല, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും, അതിനകത്ത് ചന്ദ്രേട്ടൻ പെടും, അതിനകത്ത് ജോസഫ് ചേട്ടൻ പെടും, അതിനകത്ത് ശോഭന ചേച്ചി പെടും, വീടിന്റെ പരിസരത്തുള്ള മുഴുവൻ ആൾക്കാരും, നാടിന് മുഴുവനും നമ്മുടെ രാജ്യത്തിനും ലോകത്തുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഹിദായത്തിന്റെ മക്കൾ ഇങ്ങനെ ആ പരമ്പര ഇങ്ങനെ നിലനിൽക്കണമെന്നുള്ള ലക്ഷ്യമാണ് ഒരു വിവാഹത്തിന്റെ തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. വൈവാഹിക ജീവിതത്തിന് ശേഷം എപ്പോഴുമുള്ള ദുആ എന്താ? അള്ളാഹുവേ, അള്ളാഹു നിന്നെ അനുസരിക്കുന്ന സാലിഹായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എത്ര സ്ഥലത്താ അള്ളാഹു വിശദീകരിക്കുന്നത്? മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുത്തുന്ന വാർത്തകളെ പൊലിപ്പിച്ചും നാം വിശദീകരിക്കുമ്പോൾ ആ മാതാപിതാക്കളും മക്കളോട് കാണിക്കേണ്ട കടമകളെ കുറിച്ച് നമ്മുടെ ഇടയിൽ എന്തേ വിസ്മരിച്ചപ്പെട്ടു പോകുന്നത്? അള്ളാഹു താല അമാനത്തായിട്ട്, ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ നൽകിയ, നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു താല നൽകിയ ഒരു കളിപ്പാട്ടത്തെ പോലെ അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് നൽകിയ നമ്മുടെ മക്കൾ, ആ മക്കളെ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നു. അവർക്ക് എന്താണോ നാം ധരിപ്പിക്കുന്നത് അത് ധരിക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നു. അവർക്ക് എന്താണോ നാം കുടിപ്പിക്കുന്നത് അത് മാത്രം കുടിക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നു. അവർക്ക് എന്താണോ നാം ഭക്ഷിപ്പിക്കുന്നത് അത് മാത്രം ഭക്ഷിക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നു. കളിപ്പാട്ടത്തെ പോലെ അള്ളാഹു അനുഗ്രഹമായ ഈ മക്കളെ നമ്മുടെ കൈകളിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അവരോട് അനുവർത്തിച്ചത് എന്ന് അള്ളാഹു നമ്മളോട് അടിക്കടി ഇങ്ങനെ ചോദിക്കുകയാ. ആ സന്ദർഭത്തിൽ എൻ്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കേണ്ടേ, എൻ്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട എൻ്റെ പെരുമാറ്റം നോക്കേണ്ടേ, പല രീതിയിൽ വളർത്താൻ അള്ളാഹു എങ്ങനെയാണോ നമ്മളുടെ മക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ ഭാഗത്തേക്ക് ഒന്നും നോക്കൂല. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു വാപ്പ പരാതിയുമായി വന്നു. ആ വാപ്പ വന്നിട്ട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങ് വലിയ നീതിമാനാണ്, എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കുന്നതാണ്, മൃഗങ്ങളുടെ ഇടയിൽ പോലും നീതി നടപ്പാക്കുന്ന മനുഷ്യനാണെന്ന്, അങ്ങയുടെ അടുക്കൽ എനിക്ക് വലിയ ഒരു പരാതി പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പരാതി എൻ്റെ മകനെ കുറിച്ചാണ്, എൻ്റെ മക്കളെ കുറിച്ചാണ്. അവരെന്നോടുള്ള പെരുമാറ്റം വളരെ മോശമാണ്, സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പറഞ്ഞു നോക്കി, ഒരുപാട് ചെയ്തു നോക്കി, ഒരുപാട് നിയന്ത്രിക്കാൻ നോക്കി, അവസാനം സഹി കെട്ടിട്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചങ്കിൽ കൈവച്ച് നോക്കിയാൽ ഇന്ന് 5 വയസ്സുള്ള കുട്ടിയുടെ മാതാപിതാക്കളുടെയും പരാതി ഇതാ, 50 വയസ്സുള്ള മക്കളുള്ളവരുടെ മാതാപിതാക്കളുടെയും പരാതി ഇതാ. മകൻ 5 വയസ്സായാലും 10 വയസ്സായാലും 50 വയസ്സായാലും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പരാതി മക്കളുമായി ബന്ധപ്പെട്ടിട്ട. ബഹുഭൂരിഭാഗം ആൾക്കാരും ഒരു അല്പസമയം 5 മിനിറ്റ് അവരുമായിട്ട് മാറി നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ, അവർ നമ്മളുമായിട്ട് മനസ്സ് തുറന്നു തുടങ്ങിയാൽ ആദ്യം പറയുന്നത് മക്കളുമായി ബന്ധപ്പെട്ടിട്ട. അതാണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, വല്ലാതെ സങ്കടം പറയല, വല്ലാതെ പ്രയാസം പറയല. ഒരുപാട് നാളുകൾക്ക് മുമ്പ് അവിടെ നടന്ന സംഭവം, വർഷങ്ങൾക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞതെല്ലാം ഇന്ന് നമ്മളുടെ മുമ്പിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാ. 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന പ്രിയപ്പെട്ട ഉമ്മയെ, 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന പ്രിയപ്പെട്ട അമ്മയെ, ആ മാതാവിനെ ഒരു കരുണയുമില്ലാതെ, ഒരു അനുകമ്പയുമില്ലാതെ വളരെ ക്രൂരമായി, നിഷ്ഠൂരമായി സ്വന്തം മക്കൾ കൊന്നുകളയുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. എന്നിട്ടും അവർക്കൊരു പശ്ചാത്താപമില്ല. എന്താ കാരണം? ബോധമുണ്ടായിട്ടില്ല. അബോധാവസ്ഥയിൽ അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. മക്കളുമായി ബന്ധപ്പെട്ട കടമ പറയുമ്പോൾ മാതാപിതാക്കൾ വാതോരാതെ പരാതി പറയുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആദ്യം മാതാപിതാക്കളോട് പറയുകയാണ്, അള്ളാഹു അമാനത്തായിട്ട്, അള്ളാഹു ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട്, അനുഗ്രഹമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് നൽകിയ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട എത്ര കടമകളാണ് നിങ്ങൾ പൂർത്തിയാക്കിയത്? അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കടമകളിൽ നിങ്ങൾ എത്രത്തോളം കർക്കശ നിലപാടെടുത്തിട്ടുണ്ട്? ആ വിഷയത്തിൽ നിങ്ങൾ എത്ര സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്? ആ വിഷയത്തിൽ എത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട് എന്ന് മാതാപിതാക്കളോട് അള്ളാഹു ചോദിക്കുകയാ. മക്കള് ജനിക്കുന്നതിന് മുമ്പ് ഇന്ന് ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഏറ്റവും നല്ല മുഹൂർത്തം നോക്കുന്ന മാതാപിതാക്കളുണ്ട്, മുസ്ലിം മാതാപിതാക്കൾ പോലുമുണ്ട്. ഡോക്ടർമാരോട് പ്രത്യേകം പറയുക, ഇന്ന ദിവസം ഇന്ന സമയത്ത് തന്നെ കീറിയെടുക്കണം. ഇന്ന് നോർമൽ പ്രസവത്തിനൊന്നും കാത്തു നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? എൻ്റെ ആഗ്രഹം എൻ്റെ മകനെ നല്ലൊരു MBBS, നല്ലൊരു ഡോക്ടർ ആക്കണം.
അപ്പൊ ജ്യോത്സ്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം ഇന്ന സമയമാണ് ബെറ്റർ. നേരത്തെ പറഞ്ഞുറപ്പിച്ച കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ആ ഹോസ്പിറ്റലുമായിട്ടുള്ള ധാരണ ആ സമയത്ത് തന്നെ അവർ മുറിച്ച് കൈ കൊടുക്കും. ജനിക്കുന്നതിന് മുമ്പേ മാതാപിതാക്കളുടെ ആഗ്രഹമാ ഏറ്റവും നല്ല, ഞാൻ എത്രയാണോ സമ്പാദിച്ചത് അതിന്റെ 1000 മടങ്ങ് മക്കൾ സമ്പാദിക്കണം. എന്നിട്ട് രാപകലില്ലാതെ അതിനുവേണ്ടി ജനിക്കുന്നതിന് മുമ്പിലെ സ്കൂളിൽ, കുട്ടി ജനിക്കുന്നതിന് മുമ്പേ സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു വെക്കുന്നവർ നമ്മുടെ കേരളക്കരയിൽ നമ്മളുടെ ഇടയിലുണ്ട് മാതാപിതാക്കൾ. എങ്ങനെയാ കുഞ്ഞിനെ അള്ളാഹു കയ്യിലേക്ക് തരുന്നത് എന്ന ചിന്ത എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു വെക്കുന്ന മാതാപിതാക്കൾ നമ്മളുടെ ഇടയിലുണ്ട്. ജനിച്ചു വീണ് ആ കുഞ്ഞൊന്ന് ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നിട്ടോ ആ കുഞ്ഞൊന്ന് നടന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഭാരത്തെക്കാളും ഭാരമേറിയ ചുമടുകളുമായിട്ട് കഴുതകളെപ്പോലെ കുഞ്ഞുങ്ങളെ രാപകലില്ലാതെ പണിയെടുപ്പിക്കുന്നവരാ മാതാപിതാക്കൾ. അങ്ങനെ തന്നെ പറയേണ്ടത്. ആ കുഞ്ഞുമക്കൾ പൂമ്പാറ്റയെ പോലെ പുറ്റത്തൊന്ന് പാറി നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. 5 വയസ്സാകുമ്പോഴേ 6 മണിയാകുമ്പോഴേ തുടങ്ങും, ട്യൂഷൻ തുടങ്ങും. അതിനുശേഷം വീടിന് മുമ്പിൽ സ്കൂൾ ബസ് വരും, അതിനകത്തേക്ക് കയറ്റിവിടും. ആ കുഞ്ഞ് വളഞ്ഞു പോകുന്ന സമാനമാകുന്ന ഭാരമേറിയ ഭാണ്ഡക്കെട്ടുമായിട്ട് ആ സ്കൂളിലേക്ക് പോകും. 4 മണിയാകുമ്പോൾ കുഞ്ഞ് തിരിച്ചു വരും. ആ കുഞ്ഞിന് സ്വസ്ഥമായിട്ടൊന്ന് മലമൂത്ര വിസർജനം പോലും നടത്താൻ മാതാപിതാക്കൾ സമ്മതിക്കൂല. അതിനു മുമ്പേ തുടങ്ങി അടുത്ത ട്യൂഷനുകൾ. 5 വയസ്സ് മാത്രമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. ഇപ്പൊ പുതിയ ഒരു കോലം കെട്ടുകൂടി തുടങ്ങിയിട്ടുണ്ട്. അവന് പാടാൻ കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക ട്യൂഷൻ കൊടുത്തിരിക്കുകയാണ്. എന്തിനാ? മ്യൂസിക് ട്യൂഷൻ. പണ്ടൊക്കെ ക്രിക്കറ്റ് കളിക്കാനും ഷട്ടിൽ കളിക്കാനും ഒക്കെ പോയാൽ പഠിക്കുന്ന സമയത്ത് കളിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചിട്ട് അടി തരുന്ന മാതാപിതാക്കൾ ഇന്ന് അവരുടെ മക്കളെയും കൊണ്ട് ക്രിക്കറ്റിന്റെ ട്യൂഷന് പോകുകയാ. അതൊന്നും ഒരു കുഴപ്പവുമില്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതിനെ ഒന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഏറ്റവും മുന്തിയ സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. എല്ലാം പഠിപ്പിക്കാം. സ്പോർട്സ് ഒന്നും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിരാകരിക്കുന്നതല്ല, അനുകൂലിക്കുന്നതാ, പ്രോത്സാഹിപ്പിക്കുന്നതാ, പ്രധാനപ്പെട്ടതാ, ആവശ്യത്തിന് അത് പ്രയോഗിക്കേണ്ടതുമാ. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ നാം സമയം കണ്ടെത്തുമ്പോൾ 5 വയസ്സുള്ള കുഞ്ഞ് ജനിക്കുന്നത് മുതൽ, അല്ലെങ്കിൽ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേക്കുന്നത് മുതൽ പ്രദോഷത്തിൽ ആ കുഞ്ഞ് കിടക്കപ്പായിലേക്ക് ചായുന്നത് വരെ ഓരോ സമയവും അവൻ ആവശ്യമായതും ആവശ്യമല്ലാത്തതും പഠിക്കാനായിട്ടും മാതാപിതാക്കൾ ഒരു അമാന്തവുമില്ലാതെ അവരെ നിർബന്ധിച്ച് കുത്തിക്കറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ അല്ലാഹയെ കുറിച്ച് പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾക്ക് സമയമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 1 മണിക്കൂർ ഈ പൊന്നുമക്കളെ അല്ലാഹയെ കുറിച്ച് പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾക്ക് സമയമില്ല. ഈ മാതാപിതാക്കൾ ആ കോടതി വരാന്തയിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിരുപാധികമല്ല പറയുന്നത്, ആവേശികമായിട്ടാ പറയുന്നത്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ഇടങ്ങളിലും എല്ലാം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ബഹുഭൂരിഭാഗവും അത് തന്നെയാണ് അടിസ്ഥാനപരമായ കാരണം. എന്നിട്ട് നാം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാ, ചങ്കുപൊട്ടി തറയിൽ വീഴുകയാ. രാപകലില്ലാതെ പാടുപെട്ടത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് 10 രൂപയുടെ ഒരു പേന വാങ്ങിയിട്ട്, ഒരു പെൻ വാങ്ങിയിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് പള്ളിയിലേക്ക് വന്നു, അല്ലെങ്കിൽ വേറെ എവിടേക്കും പോയി. തിരിച്ചു വന്നപ്പോൾ അത് കാണുന്നില്ല എങ്കിൽ, എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിനകത്ത് വല്ലാതൊരു പ്രയാസം ഉണ്ടാകുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായ, എന്റെ രക്തത്തിന്റെ ഭാഗമായ, എന്റെ ചങ്കിന്റെ ഭാഗമായ, എന്റെ കരളിന്റെ ഭാഗമായ എന്റെ പ്രിയപ്പെട്ട മക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാനുമായി ഒരു ബന്ധവുമില്ലാതെ അകന്നു പോകുന്ന സാഹചര്യം വന്നാൽ, അതിനേക്കാൾ ഉപരി അള്ളാഹു നിശുദ്ധമാക്കിയ മുർത്തത്തിന്റെ പാതയിലേക്ക് അവർ പറന്നുപോയി കഴിഞ്ഞാൽ എത്ര സങ്കടമാ മാതാപിതാക്കൾക്കുണ്ടാകുന്നത്, എത്ര പ്രയാസമാ മാതാപിതാക്കൾക്കുണ്ടാകുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് നല്ലതുപോലൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നാം അതിന് കാരണക്കാരായിട്ടുണ്ട് എങ്കിൽ, നാമും കൂടി അതിന്റെ ഉത്തരവാദികളാണ് എങ്കിൽ, അല്ലാഹുവാണ് സത്യം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു നമ്മളെ വിടൂല. 1 മണിക്കൂർ നിർബന്ധ ബുദ്ധി കാണിക്കാൻ ഇന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് നടക്കുന്ന അവസ്ഥ എന്താ? ഒരു 10 മിനിറ്റ്, 6 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന മദ്രസ 6:10 കുട്ടി വരും. 6:30 ബസ് വരുന്നത്. അതുകൊണ്ട് വരുന്നത് തന്നെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് പല കുട്ടികളും വരുന്നത് തന്നെ. 6:30 സ്കൂളിൽ ബസ് വരും. അതുകൊണ്ട് 6:10 വരും. 6:25 വിടണം. എന്താ 6:10 വരുന്നത്? 6 മണിക്ക് വന്നൂടെ എന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ ഉസ്താദ് ഒന്ന് കർക്കശമായ നിലപാടെടുത്താൽ, ഒന്ന് ചൂരലെടുത്താൽ, ഒന്ന് ചൂടായാൽ, പിറ്റേ ദിവസം വരും വാപ്പ വരും, വാപ്പയുടെ വാപ്പ വരും, നടക്കാൻ കഴിയാത്ത ഉപ്പുപ്പ വരും വടിയും പിടിച്ചുകൊണ്ട്. എന്തിനാ എന്റെ മോനോട് ചൂടായത്? എന്തിനാ എന്റെ മോനോട് ചൂടായത്? എന്തിനാ എന്റെ കൊച്ചുമോനോട് അങ്ങനെ പറഞ്ഞത്? എന്തിനാ എന്റെ മകളോട് അങ്ങനെ പറഞ്ഞത്? നാളെ മുതൽ വരുന്നില്ല. നമ്മളുടെ നാടുകളിൽ എത്ര കുട്ടികൾ മദ്രസയുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര കുട്ടികളെ നമ്മൾ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ട്. മൻ ആതാഹുല്ലാഹു ബിന്ദൻ, മൻ ആതാഹുല്ലാഹു വലദൻ. ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. അള്ളാഹു തആല നമ്മൾക്ക് ഒരു സന്താനത്തെ നൽകി.
അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ സന്താനം. ഇതറിയണമെങ്കിൽ സന്താനമില്ലാത്തവരുടെ ഒരു അല്പസമയം അവരോടൊപ്പം നാം ഒന്നിരിക്കണം. എന്നിട്ട് മനസ്സ് തുറന്ന് നാം അവരോടൊന്ന് സംസാരിക്കണം. സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾക്ക് പകരം അവരുടെ ചങ്കിലെ ചോര ഇങ്ങനെ ഇറ്റു വീഴുന്നത് കാണാം. സർവ്വതും കൊടുക്കാൻ തയ്യാറാ. അള്ളാഹു ഞങ്ങൾക്ക് നൽകിയതെല്ലാം കൊടുക്കാൻ തയ്യാറാ. എന്തിനും ഞങ്ങൾ തയ്യാറാ. അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഞങ്ങളുടെ രക്തത്തിന്റെ ബാക്കിയായിട്ട് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയാൽ മതിയെന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കൾ പറയും. അള്ളാഹു നമുക്ക് നൽകി, വാരിക്കോരി നൽകി. അള്ളാഹു ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നൽകി. ആ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ പെൺമക്കളെയും അള്ളാഹു നമുക്ക് നൽകി. ആ പെൺമക്കളെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് സ്ഥാപനങ്ങൾ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. നമുക്കറിയാം, ഒരുപാട് ബലഹീനതകൾ ശാരീരികമായി ഉണ്ടായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടും അത് പഠിപ്പിക്കാൻ തയ്യാറാകുന്ന ഉസ്താദുമാർ, അത് പഠിപ്പിക്കാൻ തയ്യാറാകുന്നതായ സ്ത്രീകളിൽപ്പെട്ടവർ തന്നെ രാപകലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന ഒരു അരമണിക്കൂർ ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാതിരിക്കാൻ കഴിയൂല. ഒരു മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാ. നമുക്ക് ഒരു ദിവസം നമ്മളോട് ഇരിക്കാൻ പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാ. ഒരു കുഞ്ഞുമോള് ഹാഫിളാകണമെങ്കിൽ, ഒരാൾ വിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിക്കണമെങ്കിൽ, ഒരു ആയത്ത് കാണാതെ പഠിക്കണമെങ്കിൽ, ഒരു വരി അതൊന്ന് മനനം ചെയ്യണമെങ്കിൽ, അതൊന്ന് ബൈഹാർട്ടാക്കണമെങ്കിൽ 100 പ്രാവശ്യമല്ല 1000 പ്രാവശ്യം പലപ്പോഴും അത് ആവർത്തിക്കേണ്ടി വരും. അതങ്ങനെ ആവർത്തിക്കാനുള്ള വഴിവെച്ചു കൊടുക്കുന്നതായ പ്രിയപ്പെട്ട ഉസ്താദുമാർ എത്ര ത്യാഗം സഹിക്കുന്നുണ്ടാകും. രാപകലില്ലാതെ അവരുടെ അടുക്കലിരുന്ന് അവരോതുന്ന ഓരോ ഹർഫുകളിലും വരുന്ന പിഴവുകളെ പരിഹരിച്ച് അത് നേരായ രീതിയിൽ അങ്ങനെയല്ല മകളെ, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എത്ര ദിവസങ്ങളുടെ, എത്ര ആഴ്ചകളുടെ, എത്ര മാസങ്ങളുടെ, എത്ര വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു പൊന്നുമോള് വിശുദ്ധമായ ഖുർആന് മനനം ചെയ്യുന്നത്. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിലും ഈ സ്ഥാപനം. നമുക്കാർക്കും ഇതിന്റെ മഹത്വം അറിയൂല, നമുക്കാർക്കും ഇതിന്റെ പ്രത്യേകതയും അറിയൂല. നാം ഇങ്ങനെ സാധാരണ പരിപാടിക്ക് വിളിക്കുന്നു, ബന്ധത്തിന്റെ പേരിൽ നാം ഇങ്ങനെ വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദാറുൽ ഉലൂം ദെയ്യൂബന്ദിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട അബ്ദുള്ള മഅറൂഫി എന്ന് പറയുന്ന ഒരു മഹാനവറുകൾ അദ്ദേഹം വിശദീകരിക്കുകയാ. പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ദാറുൽ ഉലൂം ദെയ്യൂബന്ദിലെ ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകൻ ഹാഫിളായപ്പോൾ എല്ലാ ആൾക്കാരെയും, നാട്ടിലുള്ള സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും എല്ലാവരെയും വിളിച്ചു. അപ്പൊ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിച്ചു, നിങ്ങളുടെ മകളുടെ വിവാഹം ഞങ്ങളെ അറിയിച്ചില്ലല്ലോ, നിങ്ങളുടെ മകൻ ഹാഫിളായപ്പോൾ എന്താ ഇത്ര വലിയ ആൾക്കാരെ എല്ലാം കൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് വിശാലമായ പരിപാടി സംഘടിപ്പിക്കുന്നു? അപ്പോൾ ആ മഹാരഥനായ പണ്ഡിതൻ പറഞ്ഞു, അള്ളാഹു എനിക്ക് 100 മക്കളെ നൽകുകയും ആ 100 മക്കളെയും ഞാൻ കഴിവിന്റെ പരമാവധി വിശുദ്ധ ഖുർആൻ മനനം ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കും. ആ 100 മക്കളും ഹാഫിളാകുമ്പോൾ ഇതുപോലെ ഞാൻ പരിപാടി നടത്തും. എന്തിനാ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വിശുദ്ധമായ ഖുർആനുമായി, ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനവുമായി, ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ടായിരിക്കണം നാം പോകേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനായി ഈ പൊന്നുമക്കൾ പഠിക്കുന്നത്. അല്ലാതെ തന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ പൊന്നുമക്കൾ, നിങ്ങളുടെ വീടിന്റെ പ്രകാശമാണ് നിങ്ങളുടെ പൊന്നുമക്കൾ. അള്ളാഹു നൽകിയ മകളെ അദബ് പഠിപ്പിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും എന്താണോ അവർ പഠിക്കേണ്ടത് അത് ആവശ്യ സമയത്ത് മാതാപിതാക്കൾ നിർബന്ധ ബുദ്ധിയോടുകൂടി പഠിപ്പിക്കുകയും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആരും ധരിച്ചു പോകണ്ട, മക്കളെ സ്കൂളിൽ വിടേണ്ട എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അവരിപ്പോഴും പഴയ കാലഘട്ടത്തില അല്ല പ്രിയപ്പെട്ടവരെ. ലോകത്താദ്യമായിട്ട് വിശുദ്ധമായ ഖുർആനാണ് ലോകത്താദ്യമായിട്ട് ഭൂമിശാസ്ത്രത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വർത്തമാന കാലഘട്ടത്തിലെ വിശുദ്ധമായ ഖുർആനിനെ ശാസ്ത്രീയമായി കമ്പയർ ചെയ്തിട്ട് പഴയ കാലഘട്ടത്തിലേക്ക് ആപതിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത ലോകത്തിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ലോകത്തെ പഠിപ്പിക്കുകയാ. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ വിശുദ്ധ ഖുർആൻ. ഭൂമിശാസ്ത്രത്തെ കുറിച്ച് ലോകത്ത് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആന, വാനശാസ്ത്രത്തെ കുറിച്ച് വിശുദ്ധ ഖുർആന, മനുഷ്യന്റെ ശരീരത്തിന്റെ അനാട്ടമികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, സൽട്ടോൺ മുതൽ തുടങ്ങി മനുഷ്യ ശരീരത്തിന്റെ പൂർണ്ണമായ അഹ്സനു തഖ്വീൻ, ഏറ്റവും വലിയ ഭംഗിയായ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ലോകത്താദ്യമായി ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആന. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയും, അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ഡോക്ടറാകാത്തത്? അഫലാ തതദബ്ബറൂൻ, നിങ്ങൾ എന്തേ വാനശാസ്ത്രജ്ഞനാകാത്തത്? വിശുദ്ധ ഖുർആൻ ഇതിനൊന്നും എതിരല്ല പ്രിയപ്പെട്ടവരെ. മക്കളെ പഠിപ്പിക്കാം, ഒരു കുഴപ്പവുമില്ല, നല്ലതുപോലെ പഠിപ്പിക്കാം. പക്ഷെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കണം.
അല്ലാഹു തആല പെൺമക്കളുമായി ബന്ധപ്പെട്ട് കുറെ മര്യാദകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരെ മലീമസമാക്കാനോ അവരെ കുടുസാക്കാനോ അവരെ ഇങ്ങനെ അകത്തിട്ട് പൂട്ടാനോ അല്ല, അവർക്ക് നൽകിയ അമൂല്യമായ വിലയുടെ കാരണമായിട്ടാണ്. അദ്ദുനിയ കുല്ലുഹാ മതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിലുള്ളതെല്ലാം വിലപിടിപ്പുള്ളതാ. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം വിലയുള്ളതാ. നല്ലൊരു ജുബ്ബ വാങ്ങണമെങ്കിൽ, നല്ലൊരു ഷർട്ട് വാങ്ങണമെങ്കിൽ അത് ലിനന്റെയാണെങ്കിൽ 1400 രൂപ 1 മീറ്ററിന് കൊടുക്കേണ്ടി വരും. നല്ലൊരു ചെരുപ്പ് വാങ്ങണമെങ്കിൽ വില കൊടുക്കണം. നല്ലൊരു മൊബൈൽ വാങ്ങണമെങ്കിൽ വില കൊടുക്കണം. കുറച്ച് പറമ്പ് വാങ്ങണമെങ്കിൽ വല്ലാതെ വില കൊടുക്കണം. കുറച്ച് നല്ല സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടി വില കൊടുക്കണം. അങ്ങനെ നാം ഒന്ന് ചിന്തിച്ചു നോക്കി, ദുനിയാവിലുള്ളതെല്ലാം വിലപിടിപ്പുള്ളതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ മതാ. ദുനിയാവിലുള്ളതെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഭൂമി ഇങ്ങനെ 1 ഏക്കറിന് എത്രയാ വില? ആ ഒരു പ്രദേശം മുഴുവനായാൽ എത്രയാ വില? ആ ഒരു ജില്ല മുഴുവൻ നാം ഒന്ന് സങ്കല്പിച്ചാൽ എത്രയാ വില? ആ കേരളം മുഴുവനും ഒരു സംസ്ഥാനം മുഴുവനും നാം ഒന്ന് വിലയിട്ട് നോക്കിയാൽ എത്രയാ? അങ്ങനെ വിലയിട്ട് നോക്കിയാൽ ദുനിയാവിലുള്ളതൊന്നും നമുക്ക് വിലയിടാൻ കഴിയൂല. അത്രയ്ക്കും അപ്പുറമാ. ഇനി നാം വിലയിടുന്നതിനപ്പുറം വില മതിക്കാൻ കഴിയാത്ത മറ്റൊന്നുണ്ട്. ഒരു തൂണുമില്ലാതെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ആകാശമണ്ഡലങ്ങൾ, അതിനകത്ത് അള്ളാഹു തആല അത്ഭുതകരമായി സംവിധാനിച്ചിരിക്കുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോളാദികൾ, ഇതിനെല്ലാം നിങ്ങൾ വിലയിടാൻ നിന്ന് കഴിഞ്ഞാൽ വിലക്കും അപ്പുറമാ. അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സാലിഹ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഇതിനെല്ലാം വിലയുണ്ട് എങ്കിൽ അതിനേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ള, സർവ്വതിനേക്കാളും വിലപിടിപ്പുള്ള, ആകാശഭൂമികളെക്കാളും വിലപിടിപ്പുള്ള, ആകാശത്തിലുള്ള അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സർവ്വ സംവിധാനങ്ങളെക്കാളും വിലപിടിപ്പുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളത് ഏതാണെന്ന് അറിയണ്ടേ? അൽ മർഅതു സാലിഹ. സാലിഹായ ഒരു പെൺകുട്ടിയാണ് എന്ന്, സാലിഹായ ഒരു പൊന്നുമോളാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം അങ്ങനെ ആക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ സ്ത്രീകളെയും അങ്ങനെ ആക്കുമാറാകട്ടെ. നമുക്ക് വിലയില്ലാത്തത് കൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത്. വിലപിടിപ്പുള്ള സാധനം, നല്ലൊരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോദിക്കുന്നത് ഇതിന് പറ്റിയ പൗച്ചൂടുണ്ടോ എന്നാ. അതുകൊണ്ട് നമ്മൾ തൃപ്തിയാകൂല, നാം അതിന് മുകളിൽ ഒരു സ്ക്രീൻ കവർ പൊട്ടിക്കും. അതുകൊണ്ടും തൃപ്തിയാകൂല. ഇന്ന് ലാമിനേറ്റിന്റെ പല വ്യത്യസ്തമായ തലങ്ങൾ വന്നു. ഏത് തരത്തിൽ വീണാലും നിങ്ങളുടെ മൊബൈലിന് സ്ക്രാച്ച് വീഴൂല. അതിനുവേണ്ടി കേരളത്തിൽ നിന്നും ബാംഗ്ലൂർ പോയി ചെയ്തിട്ട് വരുന്ന ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ഫോൺ വാങ്ങിക്കുക, ഐഫോൺ 16 Pro Max വാങ്ങി, ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടിയ മൊബൈൽ വാങ്ങി, അതിന് പുതിയൊരു സംവിധാനം വന്ന് പൗച്ച് പോലല്ല, അതിന്റെ അത്രയും തിക്നെസ് ഇല്ലാത്ത വളരെ നോർമലായിട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മുടെ കേരളക്കരയിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരടക്കം ചെറുപ്പക്കാർ അവിടെ പോയിട്ട് അത് ചെയ്തിട്ട് വരികയാണ്. എന്താ കാരണം? ഞാൻ വാങ്ങിയ 1,30,000 മൊബൈൽ എങ്ങാണം താഴെ വീണിട്ട് അതിന്റെ സ്ക്രീൻ എങ്ങാണം നഷ്ടപ്പെട്ടു പോയാൽ, അതിലെങ്ങാണം സ്ക്രാച്ച് വീണു പോയാൽ, അതിന്റെ സ്ക്രീൻ എങ്ങാണം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന നഷ്ടത്തെ പേടിച്ചിട്ടാണ് എങ്കിൽ വീട് വെക്കുമ്പോൾ അത് മോശമാകാതിരിക്കാൻ അതിന്റെ ഭംഗിക്ക് വേണ്ടി നാം നല്ല വില കൂടിയ പെയിന്റ് അടിക്കാറുണ്ട്. അതിങ്ങനെ പലപ്പോഴും നാം ഇങ്ങനെ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്തിട്ട് കാത്തു സൂക്ഷിക്കാറുണ്ട്. വാഹനം അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. എല്ലാം സൂക്ഷിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതിനേക്കാൾ എല്ലാം വിലപിടിപ്പുള്ള നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? അത് പറയുമ്പോൾ നമ്മൾ മാത്രം നമുക്ക് മനസ്സിലാകൂല. പെട്ടെന്ന് നമുക്ക് വർത്തമാന കാലഘട്ടത്തിന്റെ വൃത്തികെട്ട പാശ്ചാത്യ സംസ്കാരവുമായി ഒരു ലോജിക്കുമില്ലാത്ത യുക്തിരഹിതരായ നിരീക്ഷണവാദികളുടെ വാദവുമായിട്ട് നമ്മുടെ രംഗത്ത് വരും. അവിടെ പറയുന്നത് നമ്മുടെ മക്കളെ പൂട്ടിയിടാൻ അല്ല പ്രിയപ്പെട്ടവരെ, അവരെ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അവർക്ക് ഏതാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അതെല്ലാം പഠിപ്പിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവരെ എങ്ങനെയാണോ പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് അങ്ങനെയാ പഠിപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ സുരക്ഷിതത്വമുള്ള, അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ സമാധാനമുള്ള, എവിടെയായിരുന്നാലും അവർ സമാധാനമുള്ള സ്ഥലത്ത്, ആ സമാധാനമുള്ള സ്ഥലത്ത് വിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാം. പക്ഷെ അതിനേക്കാളെല്ലാം മഹത്വമുള്ളത്, ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ളത്, ആകാശഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് സഫായിട്ട് ഇറങ്ങി വരുന്നത്, എന്നിട്ട് അവരുടെ അടുക്കൽ വന്നിരിക്കാൻ സന്തോഷിക്കുന്നത് ആരാണെന്നറിയണ്ടേ? അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാ. അത് സ്ത്രീകളാകുമ്പോൾ അത് കുറച്ചുകൂടി കൂടും. കാരണം അവരുടെ ബലഹീനതകളെയെല്ലാം മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ ആ ബലഹീനതകളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നെഞ്ചോടടുപ്പിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് എങ്കിൽ അവരെക്കാൾ മഹത്വമുള്ളത് എന്താ ദുനിയാവിലുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും. അറബിയുമായി ബന്ധപ്പെട്ടവർക്കറിയാം, ഇതിനേക്കാൾ മഹത്വത്തെ അറിയിക്കുന്ന ഒരു പദം ഇല്ല. മലയാളത്തിൽ നാം അതിന് ട്രാൻസ്ലേഷൻ അല്ല യഥാർത്ഥത്തിൽ പറയുന്നത്, നാം അതിന്റെ വിശദീകരണമാണ് പറയുന്നത്. ഖൈർ എന്ന പദത്തിന്റെ അർത്ഥം പല അറബി പദങ്ങൾക്കും അങ്ങനെ അതിന് സമാനമായ മറ്റൊരു ഭാഷയിലെ ഒരു വാക്കും പറയാൻ പറ്റൂല. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ തന്നെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതാരാണെന്നറിയണ്ടേ? നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതാരാണ് എന്നറിയണ്ടേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, നിങ്ങളിൽ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവരാ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സിലും ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നാം പോകേണ്ടത്. എന്താ നാം പോകുന്ന ആഗ്രഹം? അള്ളാഹുവേ, കഴിവിന്റെ പരമാവധി ഞാൻ ഖുർആനുമായി ബന്ധപ്പെടും. അതിലുപരി നമ്മളുടെ മനസ്സിലെ ആഗ്രഹം, അള്ളാഹുവേ, എൻ്റെ വീട്ടിലെ ഒരു പൊന്നുമോൾ അവൾ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടും. ഇനി അങ്ങനെ ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ, അതിന് പറ്റിയ പെൺമക്കളില്ല എങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, അള്ളാഹുവേ, എൻ്റെ മേൽനോട്ടത്തിൽ, എൻ്റെ ആഗ്രഹത്തിൽ, എൻ്റെ ചെലവിൽ, എൻ്റെ ബുദ്ധിമുട്ടിൽ, എൻ്റെ പ്രയാസത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഞാൻ സഹായമാകും. കാരണം അള്ളാന്റെ റസൂൽ ഇതിനേക്കാൾ മഹത്വമുള്ള വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര അത്ഭുതകരമായ സംഭവങ്ങളാണ് നമ്മളുടെ ഇടയിൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുമായി പിടിച്ചു നടക്കുന്ന പെൺകുട്ടികൾ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിലേക്ക് ഖദ് ഇത്തലഅ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയായ ഒരു പുരുഷൻ ദാ ഇപ്പൊ വരും. എത്ര ഹദീസുകളിൽ കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും പറയാൻ കഴിയും അഭിമാനത്തോടു കൂടി. 1-2 ദിവസങ്ങൾക്കിടയിൽ നമ്മുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി മരണപ്പെട്ടു. ഈരാറ്റുപേട്ടയിൽ 26 വയസ്സ് പ്രായമുള്ള ഒരു പൊന്നുമോള് മരണപ്പെട്ടു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്ത പൊന്നുമോള, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ആലിമ കോഴ്സും പൂർത്തിയാക്കിയ പൊന്നുമോള, വിവാഹം കഴിച്ചതും ഒരു ആലിമ, അതിനുശേഷവും വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാ. 2 മാസങ്ങൾക്ക് മുമ്പ് അറിയാൻ കഴിഞ്ഞു ക്യാൻസർ ആണ് എന്ന്. അള്ളാഹു നമ്മെ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ചികിത്സയുമായി ബന്ധപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു ചികിത്സയ്ക്ക് വലിയ ബലമൊന്നുമില്ല, അത് ഏകദേശം അതിന്റെ പരിധി വിട്ടുകഴിഞ്ഞു. നാം ഇങ്ങനെ അഹങ്കാരത്തോടു കൂടിയും അതില്ലാതെയും സന്തോഷത്തോടു കൂടിയും എല്ലാം നാം ഇങ്ങനെ ജീവിക്കുകയാ. നാളെയുടെ പ്രഭാതം ഏത് രോഗത്തെയാ അറിയിക്കുന്നത് എന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ, എന്നിട്ട് നാം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി സുഖിമന്മാരായിട്ട് അഹങ്കാരത്തോടു കൂടി നാം ഇങ്ങനെ ജീവിക്കുകയാ. ഡോക്ടർമാർ പറഞ്ഞു ചികിത്സയ്ക്ക് പ്രത്യേകിച്ച് ബലമൊന്നുമില്ല, അതിന്റെ സ്റ്റേജെല്ലാം കഴിഞ്ഞിരിക്കുകയാ. 1-2 ആഴ്ചയായപ്പോഴേക്കും അവസ്ഥ വല്ലാതെ മോശമായി. വീട്ടിൽ കിടക്കുന്ന സന്ദർഭമായി. അവിടെ കിടക്കുമ്പോഴും കൂട്ടുകാർ പറയും, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ മനനം ചെയ്തത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാ. 4 മക്കളുണ്ട്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ദിവസം വെളുപ്പിന് 3 മണിയായപ്പോൾ ആ പൊന്നുമോള് മരണപ്പെട്ടു. ആ മരണപ്പെടുന്നതിന് മുമ്പ് മക്കളെയെല്ലാം അടുത്തു വിളിച്ചു. എന്നിട്ട് ആ മക്കളുടെ എല്ലാം മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ഒരാവലാതിയും പ്രകടിപ്പിച്ചില്ല, ഒരു സങ്കടവും പ്രകടിപ്പിച്ചില്ല, ഒരു പൊട്ടിക്കരയിലും നടത്തിയില്ല, അവരെയും ഇവരെയും ഏൽപ്പിച്ചുമില്ല. പുഞ്ചിരിച്ചുകൊണ്ട് പൊന്നുമക്കളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഭർത്താവിനോടും ഭർത്താവിന്റെ ഉമ്മയോടും പ്രിയപ്പെട്ട ഉമ്മയോടും പറഞ്ഞു, നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കിൻ, നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കിൻ, ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കണ്ടുകൊണ്ട് നിൽക്കുകയാ. എന്തു നല്ല മരണമാ. അള്ളാഹു നമുക്കും ആ മരണം തരുമാറാകട്ടെ. നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കിൻ, ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കണ്ടുകൊണ്ട് നിൽക്കുകയാ. ആ പൊന്നുമോള് പറഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നെഞ്ചോടടുപ്പിച്ച് അതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. സ്വർഗത്തിന്റെ അനുഭൂതികൾ അവരെ കാണിക്കും. ഒരു മനുഷ്യൻ ഏറ്റവും വ്യസനിക്കുന്ന, ഏറ്റവും സങ്കടപ്പെടുന്ന, സർവ്വതും വിട്ടിട്ടു പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഭയവിഹ്വലരാകുന്ന ആ സന്ദർഭത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ പൊന്നുമോക്ക് മരിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികമായ അത്ഭുതം തന്നെയാണ്. അതാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള അനുഗ്രഹത്തിന്റെ സദസ്സുകളിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ സദസ്സ് വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹത്തിന്റെ സദസ്സ്. അഭിപ്രായ വ്യത്യാസമുണ്ടായി. വിശുദ്ധ ഖുർആൻ അത് ഖാലിഖാണോ മഖ്ലൂഖാണോ എന്ന്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണോ വിശുദ്ധ ഖുർആൻ, അതല്ല അള്ളാഹുവിന്റെ ദാത്തിൽപ്പെട്ടതാണോ? ഹക്കിന്റെ പണ്ഡിതന്മാർ തെളിവ് സഹിതം സ്ഥിരീകരിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇഅ്തിഖാദ് ശക്തമാക്കി വ്യക്തമാക്കി, വിശുദ്ധമായ ഖുർആൻ മഖ്ലൂഖല്ല, ഖാലിഖായ റബ്ബിന്റെ ദാത്തിന്റെ, ഖാലിഖായ റബ്ബിന്റെ ജലാലിയത്തിന്റെ, അവന്റെ ദാത്തിന്റെ പ്രധാനപ്പെട്ട സിഫത്തായ കലാമുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ അത് മഖ്ലൂഖല്ല, അല്ലാഹു തന്നെയാണ്, അല്ലാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ളവർ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. 3 പൊന്നുമക്കൾ ഇവിടെ ഹാഫിളായിരിക്കുകയാ, വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്തിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് നാം ഇങ്ങനെ പറഞ്ഞു പോകും 3 പേര് ഹാഫിളായി എന്ന്. എത്ര ത്യാഗം അവർ സഹിച്ചിട്ടുണ്ടാകും. നേരത്തെ നാം പറഞ്ഞു, ഒരു വരി അത് മനനം ചെയ്യാൻ, അത് കാണാതെ പഠിക്കാൻ എത്ര പ്രാവശ്യം അന്നത്തെ ദിവസം ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കും. അത് കാണാതെ പഠിച്ചു. അടുത്ത ആയത്ത് തുടങ്ങും. അതിങ്ങനെ ആ ആയത്ത് വലുതാണ് എങ്കിൽ അതിന്റെ പകുതി ഇങ്ങനെ മനനം ചെയ്യും. എന്നിട്ട് ആദ്യം പഠിച്ചതുമായിട്ട് വീണ്ടും കൂട്ടി ഓതും, കൂട്ടി പഠിക്കും. എന്നിട്ട് ഈ ആയത്ത് പൂർത്തിയാക്കും. എന്നിട്ട് ഈ 2 ആയത്ത് ഒന്നുകൂടി ഓതി നോക്കും. അപ്പൊ ആദ്യത്തെ ആയത്ത് നല്ലതുപോലെ കിട്ടുന്നില്ല. വീണ്ടും ആദ്യത്തെ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് 100ഉം 1000ഉം പ്രാവശ്യം പാരായണം ചെയ്യേണ്ടി വരും. അങ്ങനെ അത് 2ഉം പക്ക ആയി. വീണ്ടും 3ാമത്തെ ആയത്തിലേക്ക് വരും. ആ 3ാമത്തെ ആയത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്യും. അപ്പോൾ വീണ്ടും ഇടയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടുള്ള ഭാഗം വീണ്ടും ഇങ്ങനെ ആവർത്തിക്കും. അങ്ങനെ ആ ഉസ്താദ് തലേ ദിവസം ഓതി കേൾപ്പിച്ചു കൊടുത്തതായ ആ 10 വരി ആ പൊന്നുമോൾ പിറ്റേ ദിവസം രാവിലെ ഓതി കേൾപ്പിക്കുകയാണ്.
വെളുപ്പിനെ എഴുന്നേക്കും, 3 മണിയാകുമ്പോൾ എഴുന്നേക്കും, തഹജ്ജുദ് നമസ്കരിക്കും. എന്നിട്ട് 7 വയസ്സുള്ള 8 വയസ്സുള്ള 9 വയസ്സുള്ള 10 വയസ്സുള്ള ആ പൊന്നുമോള് നമസ്കരിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ കരയും, അള്ളാഹുവേ എന്നെ നീ ഖുർആനിന്റെ ഹാഫിളത്താക്കണേ അല്ലാ, അള്ളാഹു നിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഹാഫിളത്താക്കണേ അല്ലാ. അത് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരും അവരും കരയും, അള്ളാഹുവേ എന്റെ പൊന്നുമോളെ നീ ഹാഫിളാക്കണേ അല്ലാ. അതിനുവേണ്ടി രാപകലില്ലാതെ തെണ്ടികളെ പോലെ നാട് നീളെ ഓടി നടക്കുന്ന ആ സ്ഥാപനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരും കരഞ്ഞു ദുആ ചെയ്യും, അള്ളാഹു ഞങ്ങളുടെ മക്കളെയെല്ലാം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സാലിഹായ മക്കളാക്കണേ അല്ലാ. ഒരു കൂട്ടം അവരുടെ മാതാപിതാക്കളും ദുആയ, അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാ. അങ്ങനെ അന്നത്തെ ദിവസം 10 വരി കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ വീണ്ടും പോയിരുന്നു പഠിക്കുകയാ. കഴിഞ്ഞ 5 ദിവസം കേൾപ്പിച്ച പാഠം അല്ലെങ്കിൽ കഴിഞ്ഞ 10 ദിവസം കേൾപ്പിച്ച പാഠം അതിങ്ങനെ ആവർത്തിച്ച് ഏകദേശം രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് അത് മുഴുവനുമായിട്ട് ഏകദേശം 1/2 ജുസു കാണും അല്ലെങ്കിൽ 3/4 ജുസു കാണും. വീണ്ടും വന്ന ഉസ്താദിനെ കേൾപ്പിക്കുകയാ. ഒരാൾ കേട്ടിട്ട് പോയി, അടുത്ത ആൾ വരും, ആ പ്രിയപ്പെട്ട ഉസ്താദ് അവിടെ ഇരുന്ന് അതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാ. അങ്ങോട്ട് ഒരല്പം പോലും ശ്രദ്ധ പോകാതെ ഒരു വാഹനം അതിവേഗതയിൽ ഓടുന്ന വാഹനം എത്ര ഗൗരവത്തോടു കൂടിയും പ്രത്യേകിച്ച് തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൂടെ എത്ര സസൂക്ഷ്മമായിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും ഗൗരവത്തോടു കൂടി ആ പ്രിയപ്പെട്ട ഉസ്താദ് കാതും കണ്ണും ചങ്കും കൊടുത്തിട്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാ. ഒരു ഹറഫിന് തെറ്റുവരാൻ പാടില്ല. കാരണം എന്താ? അള്ളാന്റെ കലാമ, അള്ളാന്റെ വിശുദ്ധ ഖുർആനാ. അത് കേൾപ്പിക്കും. അത് കഴിഞ്ഞ് നാസ്ത കഴിക്കും. പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇരുന്ന് ഒതുകയാ. കുറെ ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ച പാഠമുണ്ട്, അത് കേൾപ്പിക്കാൻ. 3 പാഠം ഒരു ദിവസം. ആ കുഞ്ഞപ്പോ ഒരു ഹറഫ്, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു ഹറഫ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ 10 നന്മ നിങ്ങൾക്ക് കിട്ടും. ലാ അഖൂലു അലിഫ് ലാം മീം ഹറഫുൻ വാഹിദുൻ. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അലിഫ് ലാം മീം ഒരു ഹറഫാണെന്ന് ഞാൻ പറയുന്നില്ല, വലാകിൻ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. അലിഫ് ഒരു ഹറഫ, ലാം ഒരു ഹറഫ, മീം ഒരു ഹറഫ. അലിഫ് ലാം മീം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കുറഞ്ഞത് 30 നന്മ കിട്ടി. അപ്പൊ ആ വിശുദ്ധ ഖുർആൻ, ഒരു കുട്ടി, ഒരു പൊന്നുമോള് വിശുദ്ധ ഖുർആൻ മനനം ചെയ്തപ്പോൾ എത്ര നന്മയാ അവളെ കിട്ടിയിരിക്കുന്നത്, എത്ര നന്മയാ കിട്ടിയിരിക്കുന്നത്. ആ പൊന്നുമോളെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ദുനിയാവിലെങ്ങാണം സൂര്യനെങ്ങാണം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അത് നിങ്ങളുടെ വീടിനുള്ളിൽ ഇങ്ങനെ പ്രശോഭിത വധമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അതിങ്ങനെ ഉദിച്ചു നിന്നാൽ അതിന്റെ പ്രോജ്വലപ്രഭ എത്രയായിരിക്കുമോ അതുപോലെ ഒരു ഹാഫിളത്തായ ഒരാൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്വമാ നമ്മുടെ മക്കള്. അള്ളാന്റെ റസൂല് പറഞ്ഞു, തീർന്നില്ല. നാളെ ആഖിറത്തിൽ വരുമ്പോഴും അതിനപ്പുറമാ. അത് അവരെ കൈപിടിച്ച ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെ പഠിപ്പിച്ചത്രയും ബുദ്ധിമുട്ടിച്ച അവരുടെ ഉസ്താദന്മാർ, അവരെ ഉസ്താദന്മാരെയും ആ സ്ഥാപനത്തിന് വേണ്ടിയും രാപകലില്ലാതെ ഓടി നടന്ന്, രാപകലില്ലാതെ രാത്രിയും പകലുമെല്ലാം ആ ചിന്തയിൽ എൻ്റെ സ്ഥാപനത്തിൽ ഇനിയും കുഞ്ഞുമക്കൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. ആൾക്കാരെല്ലാം ഓടി നടക്കുകയാണ്. കാരണം നേരത്തെ നാം വിശാലമായിട്ട് പറഞ്ഞു, സാഹചര്യം വല്ലാതെ മോശമാണ്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുകയാണ്, എൻ്റെ മകളെ വിടാൻ പറ്റിയ വിശ്വസ്തമായ സ്ഥാപനം ഏതാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഇനിയും വരണം. ഇനിയും നമ്മളുടെ നാടുകളിൽ 100 കണക്കിന് 1000 സ്ഥാപനങ്ങൾ വരണം. മക്കളെ മാന്യമായി സ്വാലിഹായി വളർത്തണമെന്ന് ആഗ്രഹമുള്ള, അവരുമായുള്ള കടമയും കടപ്പാടുകളും മനസ്സിലാക്കിയ ഒരുപാട് മാതാപിതാക്കൾ അവരെ എവിടെ വിടണമെന്നറിയാതെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരാളുടെ സ്ഥാപനമല്ല, ഇതൊരു വ്യക്തിയുടെ സ്ഥാപനമല്ല, ഇതൊരു കുടുംബത്തിന്റെ സ്ഥാപനമല്ല, മുഴുവൻ മുസ്ലിമീങ്ങളുടെയും സ്ഥാപനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സ്ഥാപനമാണ്. ഇതിന്റെ അനുഗ്രഹം നോക്കി ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എത്ര പെൺകുട്ടികളാ, എത്ര പേരാ, എത്ര പൊന്നുമക്കളാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മനനം ചെയ്ത് അവരുടെ വീടുകളിലേക്കും നാടുകളിലേക്കും പോയത്. ആ പഠിച്ചത് വീണ്ടും വീണ്ടും അവരിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ. ആകാശത്തിലെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നാം ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ താരസുന്ദരന്മാരിങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ അതിന്റെ മിന്നിത്തിളക്കം കണ്ടിട്ട് നാം ഇങ്ങനെ അത്ഭുതകരമായി രസകരമായി നോക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാളും രസത്തോടു കൂടിയും അതിനേക്കാളും സൗന്ദര്യത്തോടു കൂടിയും അതിനേക്കാളും സന്തോഷത്തോടു കൂടിയും ആകാശത്തിലെ മലക്കുകൾ ഭൂമിയിലുള്ള താരങ്ങളെ നോക്കി നിൽക്കും. ആ താരങ്ങൾ ആരാണെന്നറിയണ്ടേ? അത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടവരാ. അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മൾ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കും, സ്ഥാപനങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭൂമിയിൽ ഇതിനേക്കാൾ മഹത്വമുള്ള മറ്റൊന്നില്ല. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവർ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ. ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമിനേക്കാൾ മഹത്വമുള്ള മറ്റൊന്നുമില്ല.
അതുകൊണ്ട് മക്കളെ ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, എല്ലാ മക്കളും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മളുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടവരാ. അള്ളാഹു നമ്മളുടെ മക്കളെ എല്ലാം ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇവിടെ വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്ത പ്രിയപ്പെട്ട മക്കൾ, അള്ളാഹു തആല നമ്മളെയും അവരോടൊപ്പം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ കടത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു തആല സ്വാലിഹായ മക്കളാക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്ന മക്കൾ, പ്രത്യേകിച്ച് ആഖിറത്തിൽ നമ്മളുടെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിന്റെ പടവുകളിലേക്ക് അഭിമാനത്തോടു കൂടി കയറി പോകുന്ന മക്കളായിട്ട് അള്ളാഹു നമ്മളുടെ മക്കളെ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.